ഹലോ കൂട്ടുകാരെ, ഇന്ന് നടന്ന 2026 നടന്ന പൊതുപരീക്ഷ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ അക്കീദയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ചോദ്യങ്ങളും ഞാൻ പറയുന്നത് നോക്കി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അല്ലേ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് എല്ലാവരും കണക്ക് കൂട്ടിയിട്ട് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നാണ്. അതിൽ ഒന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആ കോളങ്ങളിൽ ഏതാണോ ശരിക്ക് നേരെ ശരി ഇടുക, തെറ്റായതിന് തെറ്റ് എന്ന് ഇടുക. അപ്പോൾ ഒന്നാമത്തത് സ്ത്രീകളും പുരുഷന്മാരും ജിന്നുകളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ, അതെന്താണ്? ശരിയാണ്, സ്ത്രീകളും പുരുഷന്മാരും ജിന്നുകളിലുണ്ട്. രണ്ടാമത്തെ അതിൽ ചോദ്യം വന്നിട്ട് നെഹാവന്തി ഈജിപ്തിലാണ് എന്നാണ്. അത് തെറ്റാണ്. നിങ്ങൾക്കറിയില്ലേ, പേർഷ്യയിലെ നെഹാവന്തിൽ എന്നാണ്. അപ്പോൾ പേർഷ്യ എന്നാണ് അവിടെ വരിക, ഈജിപ്ത് എന്നല്ല. അപ്പോൾ അത് തെറ്റാണ് നമ്മൾ ഇടേണ്ടത്. മൂന്നാമത് വന്നിട്ടുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയാണ് സലാത്ത്. അത് ശരിയാണ്. പ്രാർത്ഥനയുടെ മര്യാദയിൽ നബിയുടെയും കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ളതുണ്ട്. നാലാമത് വന്നത് ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ധിക്കാരി ഫിർഔനാണ് എന്നാണ്. അത് തെറ്റാണ്. ശൈത്താന്മാരിൽ ഏറ്റവും ധിക്കാരി ആരാണ്? ഇബ്ലീസാണ്. അഞ്ചാമത്തത് അമ്രു ബിൻ ആസ് പേർഷ്യയിൽ ഗവർണറായിരുന്നു എന്നാണ്. അത് ശരിയാണ്. അമ്രു ബിൻ ആസ് റളിയല്ലാഹു പേർഷ്യയിലെ ഗവർണറായിരുന്നു. ആറാമത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി താഴെ ഇട്ടപ്പോൾ സർപ്പമായി മാറി എന്നാണ്. അത് തെറ്റാണ്. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ വടി താഴെ ഇട്ടപ്പോഴാണ് സർപ്പമായി മാറിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നാണ്. അതിൽ 3 കോളങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കോളത്തിലുള്ളതിന് യോജിച്ചത് ആ മൂന്നാമത്തെ കോളത്തിൽ നിന്ന് എടുത്തിട്ട് ആ രണ്ടാമത്തെ കോളത്തിൽ എഴുതാനാണ്. അപ്പോൾ അതിലൊന്ന് നോക്കുക, ഖുർആനിൽ അത് യോജിച്ചത് ഏതാണെന്ന് മൂന്നാമത്തെ കോളത്തിൽ നോക്കൂ. അത് ലാസ്റ്റുള്ള ഹിറാ എന്നാണ് ഖുർആൻ യോജിച്ചത്. ഖുർആൻ എവിടെയാണ് ഇറങ്ങിയത്? ഹിറാ ഗുഹയിൽ. രണ്ടാമത്തത് സുബൈർ ബിൻ അവ്വാം. അപ്പോൾ അതിൽ ആരാണ്? സുബൈർ ബിൻ അവ്വാം സഹാബിയാണ്. പിന്നെ 3 കർമ്മശാസ്ത്ര വിധികൾ ക്രോഡീകരിച്ചു. അതാരാണ്? അബൂ ഹനീഫ. 4 കിയാമത്തിൻ്റെ അടയാളം ദജ്ജാലിനെ കൊല്ലുക. 5 ബിദ്അത്തിൻ്റെ ഇനം ഏതാണ്? ഹസന. 6 സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അതെവിടെ ചെല്ലേണ്ടത്? സുജൂദിൽ. അപ്പോൾ അതാണ് രണ്ടാമത്തത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലേ? എല്ലാവരും അതിൻ്റെ മാർക്കൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റിൽ മുതൽ മേലെ വരെ ഉള്ളതാണ് തിരിച്ച് വന്നിക്കുകയാണ്. മൂന്നാമത്തെ കോളത്തത് അടിയിൽ നിന്ന് മേലെ വരെ ഉള്ളതാണ് 1 മുതൽ 6 വരെ ഉള്ളത് വന്നിക്കുന്നത്. കറക്റ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് ആശയം എഴുതാം. അതിൽ ഒന്നാമത്തെ വന്നിട്ടുള്ളത് നോക്ക്, ഇന്ന ഷിർക്കൽ ലുൽമുൽ അലീം. നമ്മുടെ ഷിർക്ക് എന്ന പാഠത്തിൽ വന്നിട്ടുള്ളതാണ്. ഇന്ന ഷിർക്കൽ ലുൽമുൽ അലീം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് എന്നാണ്. എല്ലാവരും എഴുതിയിട്ടില്ലേ? ഇനി രണ്ടാമത്തേത് നോക്കാം. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫ അലൈഹിം വലാഹും യഹ്സനൂൻ. അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് എന്താണ്? വകുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. അത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥലത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നാലാമത്തത് മാ അന അലൈഹി വ അസ്ഹാബി. അതേത് പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കണേ? 6ാമത്തെ പാഠത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള പാഠത്തിൽ ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങളെല്ലാം നരകത്തിലാണെന്ന് പറയുന്നതിന് നബി പറയുന്നതാണ്. ഏതാണ് വിഭാഗം? അതിനർത്ഥം അപ്പം എന്താണ്? ഞാനും എൻ്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. അതാണ് അതിൻ്റെ അർത്ഥം. മാനാലെ ഈ വസ്ഹാബി എന്നുള്ളത് ഞാനും എൻ്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. ഇനി അതിൽ 5ാമത്തത് വന്നിരിക്കുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. അത് നമ്മൾ ഏത് പാഠത്തിലാണ്? ഏറ്റവും ലാസ്റ്റത്തെ പാഠത്തിൽ റിദ്ദത്ത് എന്ന പാഠത്തിൽ ഏറ്റവും ലാസ്റ്റ് മുർത്തദിൻ്റെ ഷഹാദത്ത് കലിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമ്മൾ ഷഹാദത്ത് കലിമയിലുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് നാലാമത്തത് നമുക്ക് നോക്കാം. നാലാമത്തത് പൂരിപ്പിക്കാം. അതിൽ 5 എണ്ണമാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് തുവഫനി മുസ്ലിമൻ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് വന്നിട്ടുള്ളത്? തുവഫനി മുസ്ലിമൻ വൽഹിക്കിനി ബിസ്സാലിഹീൻ. അത് ഏത് പാഠത്തിലാണ്? 13ാമത്തെ പാഠത്തിൽ റിദ്ദത്ത് എന്ന പാഠത്തിലുള്ളതാണ്. ഇനി അതിൽ രണ്ടാമത്തത് ഇന്നാ നെഹ്നു ഡാഷ് വ ഇന്നാ ലഹു ലഹാഫിളുൻ. അത് ഏതാണ് പാഠം? 9ാമത്തെ പാഠം ഇജാസുൽ ഖുർആനി എന്നുള്ളതിലാണ്. അതിലേതാണ്? ഇന്നാ നെഹ്നു നസ്സൽന അദ്ദിക്റു വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. ഇനി അതിൽ മൂന്നാമത്തത് എന്താ വന്നിരിക്കുന്നത്? മൻ ആദലി ഡാഷ് ബിൽ ഹർബി. അത് ഏതാണ് പാഠം? 4ാമത്തെ പാഠത്തിൽ കറാമത്ത് എന്നുള്ള പാഠത്തിലാണ് വന്നിട്ടുള്ളത്. മൻ ആദലി വലിയം ഫഖദ് ആദൻ തൗ ബിൽ ഹർബ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് 5ാമത്തത് ഇന്ന ഡാഷ് അൽ ഇൻസാനി ഡാഷ് അ മുബീൻ.
ആണ് വന്നിട്ടുള്ളത്. അഞ്ചാമത്തത് അതേതാണ്? പാഠം 10 അൽ ജിന്നു വശയാത്തീനി എന്നുള്ള പാഠത്തിലാണ്. എന്താണ്? ഇന്ന ഷെയ്ത്വാന ലിൽ ഇൻസാനി അതുവും മുബീൻ, അതാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 5 ചോദ്യവും പൂരിപ്പിക്കാനുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഏതൊക്കെ എഴുതിയെന്നൊക്കെ നിങ്ങൾ പറയും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. അഞ്ചാമത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. അതിൽ 5 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് പരലോകത്തേക്കുള്ള കൃഷിയിടം. പരലോകത്തേക്കുള്ള കൃഷിയിടം ഏതാണ്? ഇഹലോകം. അത് പാഠം 12 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ച ഭാഷ ഏതാണ്? അറബി ഭാഷ. അറബി ഭാഷയിലായിരുന്നു നബി ഖുതുബ നിർവഹിച്ചത്. 3, സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരം ഏതാണ്? അരിദ്ദ, എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവൽ. 4, അള്ളാഹു അല്ലാത്ത ഇബാദത്തിന് അർഹനുണ്ടെന്ന് വിശ്വാസത്തിന് പറയുന്ന പേര് എന്താണ്? ഷിർക്ക്. 5, ഖുലഫാ ഉർ റാഷിദുകളുടെ എണ്ണം എത്രയാണ്? 4. അപ്പോൾ ഇങ്ങനെയാണ് ഈ 5 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവരും എഴുതിയിട്ടില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആറാമത്തത് നോക്കാം. ആറാമത്തത് ഉത്തരം എഴുതാം. അതിൽ എത്ര എണ്ണമാണ് ചോദ്യം വന്നിട്ടുള്ളത്? 6. 5 ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുആ എന്നാൽ എന്താണ്? നമ്മൾ പാഠം 7 ദുആഇൻ്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആരാധ്യനയാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ, അതാണ് പ്രാർത്ഥന. ഇനി രണ്ടാമത്തത് സഹാബി എന്ന് പറയുന്നു ആർക്ക്? ആരാണ് സഹാബക്കൾ? നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? പാഠം 5. പാഠം 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഅ്മിനായ നിലയിൽ നബി തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായ നിലയിൽ തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഖിയാസ് എന്നാൽ എന്ത്? അത് നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ 6ാമത്തെ പാഠത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇജ്മാഉം ഖിയാസും. അവയിൽ ഖിയാസ് എന്താണ്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്, ആണ് ഖിയാസ്. ഇനി അതിൽ എത്രാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ നോക്കുന്നത്? നാലാമത്തത് ഇൽമുൽ ഗൈബ് എന്നാൽ എന്ത്? ഗൈബ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൽമുൽ ഗൈബ് എന്നുള്ള പാഠത്തിൽ ഗൈബ് എന്നാൽ എന്തെന്ന്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തത് എന്താണ്? ഇജ്മാഅ് എന്നാൽ എന്ത്? ഇപ്പോൾ നമ്മൾ പഠിച്ചില്ല ഖിയാസ്, അതിൽ തന്നെ ഇജ്മാഇലുണ്ട്. ഇജ്മാഅ് എന്നാൽ എന്താണ്? ഇജ്മാഅ് എന്നാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. അങ്ങനെ 5 ചോദ്യമാണ് അതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ അക്കീദ പേപ്പറിൽ ഉള്ളത്. അപ്പോൾ 2026 എന്ന ഞായറാഴ്ച കുട്ടികൾക്ക് നടന്ന അക്കീദ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അടുത്ത പേപ്പറുകളെല്ലാം ഞാൻ ഇതുപോലെ വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും പരീക്ഷ നന്നായി എഴുതിയില്ലേ? എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം അള്ളാഹുവിനോട്. ബാക്കിയുള്ള പേപ്പറുകൾ ഇതുപോലെ എല്ലാം ഞാൻ വിശദീകരിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പറഞ്ഞു ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. താങ്ക് യു.